CBSE പരീക്ഷാ പേപ്പറുകളുടെ മൂല്യനിർണ്ണയത്തിനായി ഉപയോഗിക്കുന്ന ഓൺ സ്ക്രീൻ മാർക്കിംഗ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ഗുരുതര സുരക്ഷാ വീഴ്ചകൾ സംഭവിച്ചിരിക്കുന്നു. പരീക്ഷാ പേപ്പറുകൾ ഹാക്കർമാർ വഴി പൊതുവിടത്തിൽ ലഭ്യമായതോടെ സുരക്ഷാ ലംഘനം നടന്നിട്ടില്ല എന്ന CBSE നിലപാട് പൊളിഞ്ഞു. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലെ സാങ്കേതികവും സുരക്ഷാപരവുമായ പാളിച്ചകൾ അക്കമിട്ട് നിരത്തിയും ഉത്തരപേപ്പറുകൾ പങ്കുവച്ചും എത്തിക്കൽ ഹാക്കർമാരും വിദ്യാർത്ഥികളും രംഗത്ത് വന്നതോടെയാണ് വീഴ്ച തുറന്നു സമ്മതിച്ച് CBSE ക്ഷമ ചോദിച്ചത്. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിലും CUET പരീക്ഷാ നടത്തിപ്പിലും ഉൾപ്പെടെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ വീഴ്ചകളും മാപ്പു പറച്ചിലും അന്വേഷണവും പുനഃപരീക്ഷാ നടപടികളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. രാജ്യത്തിന്റെ ഭാവിയെ വാർത്തെടുക്കേണ്ട വിദ്യാഭ്യാസ രംഗം ഇന്ന് കെടുകാര്യസ്ഥതയുടെ നേർക്കാഴ്ചയായി മാറിയിരിക്കുന്നു. ഈ സാഹചര്യമാണ് ഇന്ന് സ്പോട്ട്ലൈറ്റ് പരിശോധിക്കുന്നതും വിദ്യാർത്ഥികളുടെ ജീവിതം പന്താടുകയാണോ വിദ്യാഭ്യാസ മന്ത്രാലയം? മാനവശേഷി വികസന മന്ത്രാലയത്തിന്റെ പേര് മാറ്റി വിദ്യാഭ്യാസ മന്ത്രാലയമാക്കി എന്നതൊഴിച്ചാൽ കാര്യക്ഷമത തൊട്ടുതീണ്ടിയിട്ടില്ലാത്ത ഭരണ സംവിധാനമാണ് അധികാരത്തിലെന്ന് ചോദ്യക്കടലാസ് ചോർച്ചകളും മറ്റ് ഗുരുതര വീഴ്ചകളും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. നീറ്റ് പരീക്ഷയും CBSE പരീക്ഷാ ഫലവുമൊക്കെ താറുമാറായാൽ വിദ്യാർത്ഥികൾക്കല്ലാതെ മറ്റാർക്കും നഷ്ടമോ ഉത്തരവാദിത്തമോ ഇല്ലാത്ത സ്ഥിതിയായിരിക്കുന്നു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച 24 ലക്ഷം വിദ്യാർത്ഥികളുടെ അധ്വാനത്തെ നിഷ്ഫലമാക്കിയ സംഭവത്തിന് തൊട്ടു പിന്നാലെയാണ് CBSE ഉത്തരക്കടലാസ് മൂല്യനിർണ്ണയത്തിലെ കെടുകാര്യസ്ഥത കൂടി പുറത്തുവരുന്നത്. 17.68 ലക്ഷം 12ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ പരീക്ഷാഫലം തെറ്റിച്ചതോടെ പുനർമൂല്യനിർണ്ണയത്തിന്റെ നടപടികളിലാണ് CBSE. കെടുകാര്യസ്ഥതകളിൽ നിന്നും തൽക്കാലം തടിയൂരാനുള്ള നീക്കമല്ലാതെ മറ്റൊന്നും ഉണ്ടാകുന്നില്ല. 2024 നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ നിന്നും പരീക്ഷാ നടത്തിപ്പ് ചുമതലയുള്ള NTA ഒന്നും പഠിച്ചില്ലെന്നാണ് സുപ്രീം കോടതി വിമർശിച്ചത്. ചരിത്ര പാഠങ്ങളിൽ ഉൾപ്പെടെ വെട്ടലുകളും തിരുത്തലുകളും വരുത്തിയ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം സംഘപരിവാർ താൽപര്യങ്ങളുടെ കൂട്ടിച്ചേർക്കലുകൾ തെറ്റുകൂടാതെ നടത്താൻ മറന്നിരുന്നില്ല. പക്ഷേ അവരുടെ അടിസ്ഥാന ജോലികൾ മറന്നെന്നാണ് ഈ വീഴ്ചകൾ വെളിപ്പെടുത്തുന്നത്. ഈ വർഷം നടപ്പിലാക്കിയ CBSE ഓൺ സ്ക്രീൻ മാർക്കിംഗ് എന്ന ഡിജിറ്റൽ മൂല്യനിർണ്ണയ രീതിയാണ് അഡാപടലം പാളിയത്. ഉത്തരക്കടലാസിന്റെ സ്കാൻ ചെയ്ത ഡിജിറ്റൽ പകർപ്പ് നോക്കിയാണ് മൂല്യനിർണ്ണയം നടത്തിയത്. ആദ്യ ദിനം ഉയർന്നത് മാർക്ക് കുറഞ്ഞതിന്റെ ഒറ്റപ്പെട്ട പരാതികളായിരുന്നുവെങ്കിലും പെട്ടെന്നത് രാജ്യമൊട്ടാകെ പടർന്നു. പുനർമൂല്യനിർണ്ണയത്തിനായി ഉത്തരക്കടലാസിന്റെ പകർപ്പെടുത്തപ്പോഴാണ് ഇതിൽ പലതും വായിക്കാൻ പോലും ആകാത്ത നിലയിലാണ് എന്ന വസ്തുത പുറത്തു വന്നത്. പൂർണ്ണ ഉത്തരം എഴുതിയവർക്ക് പോലും 0 മാർക്കായി. സ്കാൻ ചെയ്യാൻ കരാറെടുത്ത സ്വകാര്യ ഏജൻസികൾ അത് കൃത്യമായി ചെയ്യാത്തതും അവ്യക്തമായ ആ പകർപ്പുകൾ വെച്ച് മാർക്കിട്ടതുമാണ് പിഴവെന്നും ഏതാണ്ട് വ്യക്തമായിട്ടുണ്ട്. വായിക്കാനാവാത്ത ഉത്തരക്കടലാസ് വെച്ച് അധ്യാപകർ എങ്ങനെ മാർക്കിട്ടു എന്നതും ദുരൂഹമാണ്. അധ്യാപകരുടെ പരാതി മുകളിലുള്ളവർ അവഗണിച്ചോ എന്നതിൽ ഉൾപ്പെടെ ഒന്നിലും ഇതുവരെയും ഒരു വ്യക്തത വന്നിട്ടില്ല. ഫിസിക്സ് പരീക്ഷയിൽ പ്രതീക്ഷിച്ചതിലും കുറഞ്ഞ മാർക്ക് വന്നപ്പോഴാണ് CBSE +2 വിദ്യാർത്ഥിയായ വേദാന്ത് ഉത്തരക്കടലാസിന്റെ ഫോട്ടോ കോപ്പി ആവശ്യപ്പെട്ടത്. CBSEയിൽ നിന്നും കിട്ടിയതാകട്ടെ മറ്റൊരാളുടെ ഉത്തരക്കടലാസും. അപ്പോൾ ഈ ഒരു സംശയം സമൂഹ മാധ്യമമായ Xൽ പങ്കുവച്ചതോടെയാണ് പ്രശ്നം പൊതുജന ശ്രദ്ധയിൽ വരുന്നത്. ഇതേ തുടർന്ന് പാകിസ്ഥാനി എന്നും രാജ്യദ്രോഹി എന്നും ഒക്കെയുള്ള ആക്രമണങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ നിന്നും ആ 17കാരന് കേൾക്കേണ്ടി വന്നു. ഇതിന് പിന്നാലെയാണ് പോർട്ടലിലെ സുരക്ഷാ വീഴ്ചയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നത്. വിവാദത്തെ തുടർന്ന് പോർട്ടലിലെ സുരക്ഷാ പോരായ്മകൾ പരിഹരിക്കാൻ IIT വിദഗ്ധരടങ്ങുന്ന സർക്കാർ സൈബർ സുരക്ഷാ സംഘത്തെയും CBSE നിയോഗിച്ചിട്ടുണ്ട്. CBSE 12ാം ക്ലാസ്സിലെ 20 ലക്ഷത്തോളം വിദ്യാർത്ഥികളുടെ പരീക്ഷാ പേപ്പറുകൾ AWS ക്ലൗഡ് സംഭരണത്തിൽ നിന്നും ആർക്കും കാണാൻ കഴിയുന്ന രീതിയിൽ ഓൺലൈനിൽ പരസ്യമായെന്നും ഇത് ഗുരുതരമായ സ്വകാര്യതാ ലംഘനമാണെന്നും ആരോപിച്ച് കോൺഗ്രസ് മുന്നോട്ട് വന്നിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ സ്വകാര്യത അപകടത്തിലാക്കുന്ന വലിയൊരു വിവരച്ചോർച്ചയാണിതെന്നും ടെൻഡർ നിബന്ധനകളിൽ മാറ്റം വരുത്തി CBSE കരാർ നൽകിയത് മൂലമാണ് ഇത് സംഭവിച്ചത് എന്നും കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് കുറ്റപ്പെടുത്തി. മാത്രവുമല്ല, ഓൺ സ്ക്രീൻ മൂല്യനിർണ്ണയ കരാർ ലഭിച്ച കമ്പനിയും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനും തമ്മിൽ ബന്ധമുണ്ട് എന്നൊരു ആരോപണം കൂടി ഉയർന്നു വരുന്നുണ്ട്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നതിനിടയിൽ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച വിഷയത്തിൽ സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലം വിദ്യാഭ്യാസ മന്ത്രിയെ പ്രതിരോധത്തിലാക്കുന്നതാണ്. ചോദ്യക്കടലാസ് വിഷയത്തിൽ പ്രധാനമന്ത്രി നേരിട്ട് മേൽനോട്ടം വഹിക്കുന്നുണ്ട് എന്ന വിശദീകരണം പരീക്ഷാ നടത്തിപ്പിൽ വിദ്യാഭ്യാസ മന്ത്രി പരാജയപ്പെട്ടു എന്നതിന്റെ പരോക്ഷ സമ്മതമായി കണക്കാക്കാം.
നീറ്റ് പരീക്ഷ ചോദ്യക്കടലാസ് ചോർച്ച സമീപകാലത്ത് തുടർക്കഥയായിക്കൊണ്ടിരിക്കുന്നു. ഓരോ ചോർച്ച കഴിയുമ്പോഴും പഴുതടച്ചു എന്ന പ്രഖ്യാപനം എത്തുമെങ്കിലും യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വിദ്യാർത്ഥികൾ പരീക്ഷാ ഹാളിലേക്ക് എത്തും മുൻപേ ചോദ്യക്കടലാസുകൾ കരിഞ്ചന്തയിലേക്ക് എത്തുന്നു. വ്യക്തികളും ഉത്തരവാദിത്തപ്പെട്ടവരും ചില പരിശീലന കേന്ദ്രങ്ങളും ലക്ഷങ്ങൾ വിലപേശി നീറ്റിനെ ഒരു കച്ചവട അവസരമാക്കി മാറ്റുന്നു. ഇതൊക്കെ കണ്ടിട്ടും അറിയാത്ത പോലെ ഇരിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ നിസ്സംഗതയ്ക്കെതിരെ ജനരോഷം ഉയരുന്നുണ്ട്. ദേശീയ പരീക്ഷ ഏജൻസി അഥവാ NTA പ്രവർത്തനം അതിലും കഷ്ടമാണ്. 22 ലക്ഷം കുട്ടികളെ പ്രതീക്ഷകളിൽ നിന്നും പുറത്താക്കിയാണ് നീറ്റ് UG 2026 പരീക്ഷ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി റദ്ദാക്കിയത്. ഉന്നത പ്രവേശന പരീക്ഷാ നടത്തിപ്പിനായി 2017 കൊട്ടിഘോഷിച്ച് സൃഷ്ടിച്ച് NTA കെടുകാര്യസ്ഥതയുടെയും പരിമിതികളുടെയും വലയത്തിലാണ്. ഉറവിടത്തിൽ തന്നെ ചോർച്ചകൾ കണ്ടെത്തിയിട്ടും അതുപോലും അടയ്ക്കാൻ കഴിയാതെ ഉഴലുകയാണ് NTA. രാജ്യത്തെ വിദ്യാഭ്യാസ മേഖല ഇന്ന് നേരിടുന്നത് കേവലം ഒരു സാങ്കേതിക തകരാറോ താൽക്കാലിക വീഴ്ചയോ അല്ല, മറിച്ച് ഭരണ സംവിധാനത്തിന്റെ കെടുകാര്യസ്ഥത കൂടിയാണ്. നീറ്റ് പരീക്ഷാ ചോർച്ച മുതൽ CBSE ഡിജിറ്റൽ മൂല്യനിർണ്ണയത്തിലെ സുരക്ഷാ വീഴ്ചകൾ വരെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെയും അവരുടെ കുടുംബങ്ങളുടെയും സ്വപ്നങ്ങളെയാണ് കരിനിഴലിലാക്കുന്നത്. രാജ്യത്തെ പ്രധാന പരീക്ഷാ നടത്തിപ്പുകളിൽ വീഴ്ചകൾ തുടർച്ചയായി ആവർത്തിക്കപ്പെടുന്നു. അതിനുള്ള പിഴയൊടുക്കേണ്ടി വരുന്നതാകട്ടെ വിദ്യാർത്ഥികളും. അതായത് ചുരുക്കി പറഞ്ഞാൽ പിഴവ് സർക്കാരിൻ്റേത്, പിഴ ഇരകളുടേത്. സ്വന്തം ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതിൽ നിന്നും മുഖം തിരിക്കുന്ന കേന്ദ്ര സർക്കാർ ജനങ്ങളെ വീണ്ടും വീണ്ടും തോൽപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. സ്പോട്ട്ലൈറ്റിൽ മറ്റൊരു വിഷയമായി നാളെ വീണ്ടും ഇതേ സമയം.